ഫോളോവേഴ്സിന്റെ എണ്ണമാണ് മിക്കപ്പോഴും ഒരു പേജിന്റെ വിശ്വാസ്യതയെ ബലപ്പെടുത്തുന്നത് അല്ലേ? പക്ഷെ അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം എപ്പോഴും ശരിയായി കൊള്ളണമെന്നുമില്ല കേട്ടോ. പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. എംബ്രോയ്ഡറി ത്രെഡിൽ മുത്തുകൾ കൊണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിന്റെ ട്യൂട്ടോറിയൽ കണ്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. മുത്തുകൾ സൂക്ഷ്മമായി കോർത്ത് അവസാനത്തെ സ്ലൈഡിംഗ് നോട്ട് ഇടുന്ന സമയം എത്തിയപ്പോഴാണ് പണി പാളിയ കാര്യം മനസ്സിലായത്. ചെയ്ത നോട്ട് മുറുകി അനക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ടായിരുന്നു. വല്ലാതെ സെൽഫ് ഡൗട്ട് തോന്നി നിന്നുപോയ ഒരു നിമിഷമായി അത്. നഷ്ടക്കണക്കുകളുടെ ലിസ്റ്റിന്റെ ചുരുളങ്ങനെ നീണ്ട് നിറഞ്ഞു വന്നു മനസ്സിൽ. പിന്നെയും തുടർന്ന അന്വേഷണത്തിലാണ് നൈലോൺ ത്രെഡിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു നൈലോൺ ത്രെഡ് റോൾ മേടിച്ചു. അത് കൈ കിട്ടിയപ്പോഴാണ് അടുത്ത അബദ്ധം മനസ്സിലായത്. അതെന്താണെന്നും എങ്ങനെ ഞാനതിന് സൊല്യൂഷൻ കണ്ടെത്തി എന്നും ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഒരുപാട് സമയത്ത് ട്രയൽ ആൻഡ് എററുകളുടെ അവസാനമാണ് കേട്ടോ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഫോം ചെയ്യുന്നത്. എൻ്റെ ഈ ജേർണിയിൽ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒപ്പം പോന്നോളൂ ട്ടോ.